എപ്പിസോഡിന്റെ തുടക്കത്തിൽ യുവാനും ബന്നിയും കൂടെ ഇരുന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. യുവാൻ ഓരോ ചോദ്യങ്ങളൊക്കെ ബന്നിയോട് ചോദിക്കുന്നുണ്ട്. പിന്നെ ബന്നി അവളുടെ അമ്മയുടെ കാര്യമൊക്കെ അവനോട് പറയുന്നുണ്ട്. അതിനുശേഷം ദേവരാജ് ഹേമന്തിനോട് സംസാരിക്കുന്നുണ്ട്. യുവാന്റെ കല്യാണം ഇപ്പോൾ മാലിനി തീരുമാനിച്ചത് ഒട്ടും ശരിയായില്ല എന്നൊക്കെ ആൾ പറയുമ്പോൾ ഹേമന്ത് മാലിനിയുടെ ഒപ്പമാണ് നിൽക്കുന്നത്. ആളുടെ കണ്ണിൽ ഒരു കണ്ണിലുണ്ണിയായിട്ടുള്ള ഒരു ഭാര്യയല്ലേ, മകനെയൊക്കെ നന്നായിട്ട് നോക്കുന്ന ഒരു ഭാര്യയായിട്ടാണ് മാലിനി ഉള്ളത്. ഹേമന്ത് അച്ഛൻ എന്തിനാ ഇങ്ങനെ എതിർക്കുന്നത്? മാലിനി നന്നായി തന്നെ എല്ലാ കാര്യങ്ങളും നോക്കുന്നില്ലേ, ബിസിനസ്സൊക്കെ നന്നായിട്ട് നോക്കി നടത്തുന്നില്ലേ? ഇപ്പോൾ അവൾ ഇങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് യുവാൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് തന്നെയാണ്. അവളെപ്പോലെ ഒരു മരുമകളെ കിട്ടിയത് അച്ഛനെ അഭിമാനിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് ആൾ ദേവരാജിനോട് പറയുന്നുണ്ട്. ശേഷം മാലിനി നിയതിയെ സാരിയൊക്കെ എടുത്തിട്ട് ദേവരാജിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് അനുഗ്രഹം വാങ്ങാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവൾ ചെയ്യുമ്പോൾ മാലിനി പറയുന്നുണ്ട്, ഇവൾ നല്ല സംസ്കാരമുള്ള പെണ്ണാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ യുവാന് നന്നായി ചേരും, ഇനിയെങ്കിലും അച്ഛൻ ഇവളെ അംഗീകരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ദേവരാജ്, നീ ചെയ്തത് എന്തായാലും ഒട്ടും ശരിയായില്ല, ഇതുപോലുള്ള ഒരു പെണ്ണിനല്ല എൻ്റെ യുവാന് വേണ്ടതെന്ന് ആൾ പറയുന്നുണ്ട്. ശേഷം യുവാൻ പായസം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് വിരാജ് വന്നിട്ട് അവൻ്റെ കയ്യിലെ പായസം തട്ടി എറിയുന്നുണ്ട്. അപ്പോൾ ഈ വിരാജ് ആരാണെന്ന് അറിയില്ലേ, യുവാൻ്റെ അച്ഛൻ ഹേമന്തിൻ്റെ അനിയൻ വീർ സിംഗ് ഇല്ലേ, ആളുടെ മകനാണ് വിരാജ്. ശരിക്കും പ്രായം കൊണ്ട് വിരാജിൻ്റെ ചേട്ടനാണ് യുവാൻ. അങ്ങനെ വിരാജ് ഇവനെയൊക്കെ ആരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്, ഇവനൊക്കെ റൂമിൽ പൂട്ടിയിടല്ലേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അവനെ അടിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ബന്നി ഓടി വന്നിട്ട് വിരാജിൻ്റെ കൈ പിടിക്കുകയാണ്. അപ്പോഴാണ് വിരാജ് ബന്നിയെ അവിടെ കാണുന്നത്. കഴിഞ്ഞ ദിവസം വഴിയിൽ വെച്ചിട്ട് അടിയുണ്ടാക്കിയിട്ട് ബന്നി അവൻ അടിച്ച കാര്യമൊക്കെ അവൻ ആലോചിക്കുന്നുണ്ട്. നീ എന്താ ഇവിടെ, നിനക്കെന്താ ഇവിടെ കാര്യം എന്ന് വിരാജ് ചോദിക്കുമ്പോൾ, ഞാൻ നിങ്ങളുടെ ചേട്ടന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വന്നതാണ്, ഞാൻ തന്നെയാണ് ആളെ കഴിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ വിരാജിന് നന്നായിട്ട് ദേഷ്യം വരാണ്. ഓ, അപ്പം ഇങ്ങനെയൊക്കെ ഇവിടെ നടക്കുന്നുണ്ടല്ലേ, ഇവനെ കഴിപ്പിക്കാൻ എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് പാത്രത്തിലെ ബാക്കിയുണ്ടായിരുന്ന പായസം മുഴുവൻ അവൻ യുവാന്റെ മുഖത്ത് വാരി തേക്കുന്നുണ്ട്. കണ്ടിട്ട് ബന്നിക്കും ദേവരാജിനും നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ദേവരാജ് വിരാജിനോട്, നീ എന്തു പണിയാ കാണിച്ചത്, അത് നിന്റെ ഏട്ടനാണെന്നുള്ള കാര്യം നീ മറന്നു പോവരുതെന്ന് ദേഷ്യത്തോടു കൂടെ പറയുന്നുണ്ട്. ബന്നിയാണെങ്കിൽ അവിടെ ഇരുന്നിരുന്ന ഒരു സ്നോ സ്പ്രേ എടുത്തിട്ട് വിരാജിൻ്റെ മുഖത്തേക്ക് അടിക്കുകയാണ്. ഇത് കണ്ടിട്ട് ദേവരാജ് നന്നായിട്ട് ചിരിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരെല്ലാം ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ കരഞ്ഞുകൊണ്ടിരുന്നിരുന്ന യുവാൻ ഇത് കണ്ടിട്ട് അന്താളിച്ച് നിൽക്കുമ്പോൾ ബന്നി അവൻ്റെ അടുത്തേക്ക് പോയിട്ട്, നീ ഇപ്പം എന്തിനായി കരയുന്നത്, നിൻ്റെ അനിയനും നീയും ഇപ്പോൾ ഒരേപോലെ ആയില്ലേ, ഇനി നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഒരു സെൽഫി എടുക്കുക എന്ന് പറഞ്ഞിട്ട് വിരാജിൻ്റെ അടുത്തേക്ക് അവനെ കൊണ്ടുപോകുന്നുണ്ട് ബന്നി. ബന്നി വിരാജിനെ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് മാലിനി, ഈ പെണ്ണ് വന്നതിൽ പിന്നെ ഈ വീട്ടിൽ എല്ലാം ലോ ക്ലാസ് ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് ദേഷ്യത്തിൽ നിൽക്കുന്നുണ്ട്. ശേഷം വിരാജിൻ്റെ ഭാര്യ മാഹിറ അവൻ്റെ മുഖമൊക്കെ കഴുകി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് മാലിനി വന്നിട്ട് ബന്നിയെക്കുറിച്ച് സംസാരിക്കുകയാണ്. അവളെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന് ആൾ പറയുന്നുണ്ട്. അതിന് എന്തായാലും അച്ഛനും അവളും തമ്മിലുള്ള ആ കമ്പനി അങ്ങോട്ട് ഇല്ലാണ്ടാക്കണമെന്നും ആൾ പറയുകയാണ്. ഈ സമയം യുവാൻ റൂമിൽ ഇരുന്നിട്ട് വയലിൻ വായിക്കാവും. അപ്പോൾ ആ ശബ്ദം കേട്ടിട്ട് വിരാജ് മുഖം ചുളിക്കുന്നത് കണ്ടിട്ട് മാലിനി, നീ എന്തിനായി ഇത്ര കഷ്ടപ്പെട്ടിരിക്കുന്നത്, നിനക്ക് ഉറക്കം വരുന്നില്ല, തലവേദനിക്കുന്നില്ല, അപ്പോൾ നീ ഒരു കാര്യം ചെയ്യുക, ആ യുവാന് പോയിട്ട് ആ ഉറക്ക ഗുളികയോ അല്ലെങ്കിൽ ആ ഇഞ്ചക്ഷനോ വെച്ച് കൊടുക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ അത് വെക്കാൻ വേണ്ടിയിട്ട് അവർ യുവാൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ബലം പ്രയോഗിച്ച് യുവാൻ്റെ മേൽ ഇഞ്ചക്ഷൻ അടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ യുവാൻ, എനിക്ക് വിശക്കുന്നുണ്ട്, ആരെങ്കിലും എനിക്ക് ഭക്ഷണം തായോ, എന്നെ ഇഞ്ചക്ഷൻ അടിക്കില്ല, എനിക്ക് ഭക്ഷണമാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് കരയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് അങ്ങോട്ട് വന്ന ബന്നി വിരാജിൻ്റെ കയ്യിലിരിക്കുന്ന ഇഞ്ചക്ഷൻ അവൻ്റെ കൈ പിടിച്ച് തിരിച്ചിട്ട് വിരാജിൻ്റെ മേലിൽ തന്നെ കുത്താണ്. എല്ലാവരോടും വിശക്കുന്നവന് ഭക്ഷണമാണ് കൊടുക്കേണ്ടത്, അല്ലാതെ ഇഞ്ചക്ഷൻ അല്ല എന്ന് പറഞ്ഞിട്ട് അവരെ നന്നായിട്ട് വഴക്ക് പറയാണ്. അതിനുശേഷം യുവാനെ അവളുടെ അടുത്ത് ഇരുത്തിയിട്ട് അവൾ ഭക്ഷണം വാരി കൊടുക്കുന്നുണ്ട്. കണ്ട് മാലിനി ദേഷ്യത്തോടു കൂടെ അവളെ നോക്കി നിൽക്കുന്നുണ്ട്. ആ സീൻ കട്ടായിട്ട് പിന്നെ യുവാൻ ബന്നിയോട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. നാളെ രാമനവമിയാണ്, അതുകൊണ്ട് ഞാൻ ഈ വീട്ടിലെ എല്ലാവരോടും, മുത്തച്ഛനോടും വിരാജിനോടും ബാക്കി എല്ലാവരോടും പോയിട്ട് ഹാപ്പി രാമനവമി എന്ന് പറയുമ്പോൾ ബന്നി അവനോട്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ എല്ലാവരോടും എന്തിനാ ഇങ്ങനെ സ്നേഹത്തിലൊക്കെ പെരുമാറുന്നത്, അവർ നിന്നെ എപ്പോഴും ഉപദ്രവിക്കില്ല ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ യുവാൻ, അതൊക്കെ എനിക്കറിയാം, പക്ഷേ എന്നെങ്കിലും അവരെന്നെ തിരിച്ച് സ്നേഹിച്ചാലോ, അതുകൊണ്ടാണ് ഞാൻ അവരെ അങ്ങോട്ട് സ്നേഹിക്കുന്നതെന്ന് പറയുമ്പോൾ ബന്നി ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അവരൊരുപാട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ബന്നി അവനോട്, നീ ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ, ഇനി ഉറങ്ങാൻ നോക്ക് എന്ന് പറയുമ്പോൾ യുവാൻ, എനിക്ക് നീ താരാട്ടുപാട്ട് പാടിത്തായോ, എൻ്റെ അമ്മ എനിക്ക് താരാട്ട് പാടി തന്നിട്ടാണ് എന്നെ ഉറക്കിയിരുന്നത് എന്ന് പറഞ്ഞിട്ട് അവളോടത് പാടാൻ വേണ്ടി പറയാണ്. അങ്ങനെ അവൾ അവനെ ഉറക്കാൻ വേണ്ടിയിട്ട് പൊതച്ചിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം മാലിന്യം ബാക്കിയുള്ളവരെല്ലാം കൂടിയിട്ട് അങ്ങോട്ട് കയറി വന്നിട്ട്, നിനക്ക് ആരാ ഇങ്ങോട്ട് കയറാനുള്ള അനുവാദം തന്നത്, ഇപ്പോൾ യുവാൻ്റെ ബെഡ്റൂമിൽ വരെ നീ എത്തിയോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ നന്നായിട്ട് അപമാനിക്കുകയാണ്.
വന്നി എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യ്, ഇവനെ താരാട്ടുപാടി ഉറക്കാൻ വേണ്ടി പറയുമ്പോൾ മാലിനി മുഖം തിരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവള് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് എന്തിനാണ് ദൈവം നിങ്ങൾക്ക് അമ്മ എന്ന പദവി തന്നതെന്നാണ്. കാരണം വിശക്കുന്ന മകന് ഭക്ഷണം നൽകാതെ പകരം അവനെ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് ഉറക്കാനല്ലേ നിങ്ങൾ നോക്കിയത്. എത്ര ക്രൂരയാണ് നിങ്ങൾ, തീരെ മനുഷ്യത്വം ഇല്ലല്ലോ നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് അവൾ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടെ അടിയാവുന്നുണ്ട്. അവസാനം മാലിനി അവളോട് നാളെ നിന്റെ ഭക്ഷണം ഇവിടെ ആവശ്യമില്ല, കാരണം ഞാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. നാളെ രാമനവമിയാണ്, അതിൻ്റെ പൂജയൊക്കെ ഇവിടെ നടക്കാൻ പോകുന്നുണ്ട്. ഞങ്ങളൊക്കെ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് യുവാന് ഞാൻ കൊടുക്കാൻ പോകുന്നത്. നിന്റെ ഭക്ഷണം ഇവിടെ ആവശ്യമില്ല എന്ന് അവളോട് പറയുന്നുണ്ട്. പിറ്റേ ദിവസം പൂജയ്ക്കുള്ള എല്ലാ തയ്യാറെടുപ്പും ആ വീട്ടിൽ നടക്കുന്നുണ്ട്. മാലിനി നിയതിയോട് നീ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അച്ഛൻ്റെ മനസ്സിൽ കയറി പറ്റണം, ആള് നിന്നെ കണ്ടിട്ട് ഇംപ്രസ് ആവണം, യുവാനുമായിട്ടുള്ള കല്യാണത്തിന് ആളും സമ്മതിക്കണം എന്ന് പറയുകയാണ്. നിയതി ഞാൻ യുവാനെ താഴേക്ക് വിളിച്ചിട്ട് വരാം എന്ന് ദേവരാജിനോട് പറഞ്ഞിട്ട് യുവാൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ യുവാൻ്റെ റൂമിലെത്തിയിട്ട് അവനോട് അവൾ സംസാരിച്ചിട്ട് മിങ്കിളാവാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ അവളോട് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടിരിക്കുകയാണ്. നീ മാലാഖയല്ലേ, അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ഗുലാബ് ജാമുനെ നിനക്ക് രസഗുളാക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ഗുലാബ് ജാം എടുത്തിട്ട് അവളുടെ തലവഴി ഒഴിക്കുകയാണ്. ആ സീൻ കട്ടായിട്ട് പിന്നെ ബന്നിയാണ് കാണിക്കുന്നത്. അവൾ വീട്ടിൽ ഫ്രിഡ്ജ് പുതിയത് മേടിച്ചിട്ട് അതിൻ്റെ സന്തോഷത്തിൽ നിൽക്കുന്നുണ്ട്. അതിനുശേഷം അവൾ മാർക്കറ്റിൽ പോകുമ്പോൾ അവളുമായിട്ട് അന്ന് വഴക്കുണ്ടാക്കിയിട്ടുള്ള ആ ഗുണ്ടകൾ പിന്നെയും വന്നിട്ട് അവളെ ശല്യം ചെയ്യാണ്. അപ്പോൾ അവരുമായിട്ട് അവൾ പിന്നെയും തർക്കിക്കുന്നുണ്ട്. അതിനുശേഷം വിരാജും അവൻ്റെ ഭാര്യ മാഹിറയും കൂടിയിട്ട് യുവാൻ്റെ അടുത്തേക്ക് പോയിട്ട് നിനക്ക് ബന്നിയെ കാണണമെങ്കിൽ നീ പെൺവേഷം കെട്ടണം, അപ്പോൾ അവൾ നിൻ്റെ അടുത്തേക്ക് വരും, നിൻ്റെ കൂടെ തന്നെ അവൾ താമസിക്കുമെന്ന് പറയുമ്പോൾ പാവം യുവാൻ അത് വിശ്വസിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടെ യുവാനെ പെൺവേഷം കെട്ടിച്ചിട്ട് താഴേക്ക് ഇറക്കുകയാണ്. അപ്പോൾ അവിടെ വന്നിരിക്കുന്നവരെല്ലാം അവനെ കണ്ടിട്ട് പരിഹസിച്ച് ചിരിക്കുന്നുണ്ട്. അപ്പോൾ പലക്കും മുത്തശ്ശനും ഒഴികെ ബാക്കിയുള്ളവരെല്ലാം അവനെ കളിയാക്കുകയാണ്. അപ്പോൾ പലക്ക് യുവാനോട് എന്തിനാ ചേട്ടാ ഈ വേഷമൊക്കെ കെട്ടിയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ യുവാൻ എന്നോട് വിരാജ് പറഞ്ഞല്ലോ, ഞാൻ ഈ വേഷം കെട്ടിയാലേ എൻ്റെ അടുത്തേക്ക് ബന്നി വരും, അവളിൻ്റെ കൂടെ താമസിക്കുമെന്നൊക്കെ പറഞ്ഞല്ലോ എന്ന് പറയും ഉണ്ട്. അപ്പം തന്നെ പലക്ക് ബന്നിക്ക് വിളിച്ചിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം വീഡിയോ കോൾ വഴി കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനിടെ യുവാന് അവനെ നോക്കി ചിരിക്കുന്ന ആൾക്കാരെല്ലാം കണ്ടിട്ട് സങ്കടം വന്നിട്ട് അവൻ നന്നായിട്ട് കരയുന്നുണ്ട്. അങ്ങോട്ട് ബന്നി വരികയാണ്. എന്നിട്ട് യുവാനോട് നീ എന്തിനാ ഈ വേഷം ധരിച്ചതെന്ന് ചോദിക്കുമ്പോൾ യുവാൻ ഞാനിത് നിനക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്, എന്നോട് വിരാജ് പറഞ്ഞു ഞാൻ ഇങ്ങനെ വേഷം ധരിച്ചാൽ നീ എൻ്റെ അടുത്തേക്ക് വരും, എൻ്റെ കൂടെ താമസിക്കും എന്നൊക്കെ, അതുകൊണ്ട് മാത്രമാണ് ഞാനിത് ചെയ്തതെന്ന് അവൻ പറയാണ്. ഇത് കേട്ടിട്ട് ബന്നി ദേഷ്യം വന്നിട്ട് വിരാജിൻ്റെ അടുത്തേക്ക് പോയിട്ട് നല്ല അടി കൊടുക്കുക. അങ്ങനെ വിരാജ് പിന്നെയും പണി അരന്ന് മേടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ബന്നി അവിടെ നിൽക്കുന്ന എല്ലാവരോടും ഇവനെ പരിഹസിച്ചവരെ കൊണ്ട് തന്നെ ഇവന് വേണ്ടി ഞാൻ കൈയടിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ട് യുവാനെ വിളിച്ചിട്ട് മുകളിലേക്ക് പോവുകയാണ്. പിന്നാലെ ദേവരാജും പോകുന്നുണ്ട്. യുവാന് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവൻ്റെ വയലിൻ എടുത്തിട്ട് ഇന്ന് നീ എല്ലാവരുടെ മുന്നിലും ഈ വയലിൻ വായിക്കണമെന്ന് അവനോട് പറയുകയാണ്. അപ്പോൾ ആദ്യമൊക്കെ അവന് അതിനെ എതിർക്കുന്നുണ്ടെങ്കിലും അവനോട് ഓരോന്ന് പറഞ്ഞിട്ട് അവസാനം അവൾ അവനെ സമ്മതിപ്പിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ദേവരാജിനും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ ഈ സീനും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.